നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള പാലക്കാട് നഗരസഭാ തീരുമാനത്തിൽ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളി. ഇപ്പോൾ വീണ്ടും അവിടെ സാഹചര്യങ്ങൾ തർക്കത്തിലേക്കും വാക്കേറ്റത്തിലേക്കും പോവുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത്, വീണ്ടും തർക്കത്തിലേക്ക് പോവുകയാണോ? പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. കോൺഗ്രസ് BJP കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. പുറത്ത് CPM-ന്റെ പ്രതിഷേധം, ഇടത് കൗൺസിലർമാരുടെ പ്രതിഷേധം ഇതാ ഇപ്പോൾ തർക്കത്തിലേക്ക് പോകുന്നത്. പോലീസും കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് കൗൺസിലേഴ്സും തമ്മിലാണ് ഇപ്പോൾ സംഘർഷം നടക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ ക്യാബിനകത്തേക്ക് ഇപ്പോൾ തള്ളിക്കയറുന്ന ഒരു സാഹചര്യം, പ്രവർത്തകർ തള്ളിക്കയറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി ആ തള്ളിക്കയറിയപ്പോൾ ഒരു നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിലേക്ക് തള്ളിക്കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. കോൺഗ്രസ് CPM പ്രവർത്തകർ അകത്തേക്ക് കയറി അവരെ ഇപ്പോൾ പുറത്തേക്ക് നീക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ നേതൃത്വത്തിൽ ഇവിടെ BJP കൗൺസിലേഴ്സും തുടരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും BJP നേതാവ്, മുതിർന്ന നേതാവും കൗൺസിലറുമായ ശിവരാജനെ അടക്കം മർദ്ദിച്ചു എന്ന ആക്ഷേപം ഇപ്പോൾ BJP കൗൺസിലേഴ്സ് ഉയർത്തുന്നുണ്ട്. ഇവിടെ BJP കൗൺസിലേഴ്സ് ആണുള്ളത്, BJP പ്രവർത്തകർ ഇതിനകത്തുണ്ട് എന്ന ആക്ഷേപമായിരുന്നു ഉയർത്തിയത്. ചെയർപേഴ്സൺ ഈ വിഷയത്തിൽ പേര് മാറ്റില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ? നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്ന അത് കൗൺസിൽ പാസ്സായി കഴിഞ്ഞു, ഇനി പേര് മാറ്റില്ല. അവരുടെ ഈ ഒരു പ്രതിഷേധം എങ്ങനെ തീർക്കാനാണ് നമ്മളുടെ ഒരു തീരുമാനം? അത് കൗൺസിൽ പാസ്സായില്ലേ, പിന്നെ ഇനിയിപ്പോ എന്താ അവര് പ്രതിഷേധം അവര് തന്നെ അവിടെ ഒതുങ്ങണം, അല്ലാതെ എന്താ നമ്മൾ ചെയ്യാനുള്ളത്? തീർച്ചയായും പോലീസ് അവരോട് ആവശ്യപ്പെടുകയാണ്, എല്ലാവരോടും പുറത്തേക്ക് പോകാൻ, മാധ്യമപ്രവർത്തകരോട് പുറത്തേക്ക് പോകാനാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ കോൺഗ്രസ് കൗൺസിലർമാരെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരോടും ഈ മുറിയിൽ നിന്ന്, ചെയർപേഴ്സന്റെ മുറിയിൽ നിന്ന് മാറാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോഴും പുറത്ത് തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ആ പേര് ഇട്ടു എന്ന നടപടി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു സ്ട്രെങ്ത് ഇവിടെയുണ്ട്. പക്ഷേ നഗരസഭ കൗൺസിലേഴ്സാണ്, സ്വാഭാവികമായി അവരെ ഏതെങ്കിലും തരത്തിൽ ബലപ്രയോഗത്തിലൂടെ നീക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അതിന് ഈ ഒരു ഘട്ടത്തിൽ മുതിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ ഏതാണ്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരോട് ആ പ്രദേശത്ത് നിന്ന് CPM പ്രവർത്തകരോട്, CPM കൗൺസിലേഴ്സിനോടും കോൺഗ്രസ് കൗൺസിലേഴ്സിനോടും ആ മേഖലയിൽ നിന്ന് മാറാൻ ആവശ്യപ്പെടുകയാണ്. എന്തായാലും അവരിവിടെ തുടരുകയാണ്, കുത്തിയിരുന്ന് സമരം തുടരുകയാണ്. ഭവദാസിന്റെ ഒക്കെ നേതൃത്വം എന്താണ് നിങ്ങളുടെ തീരുമാനം? ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നത് വരെ UDF-ഉം കോൺഗ്രസും സമരരംഗത്ത് ഉറച്ചു നിൽക്കും. ചെയർപേഴ്സൺ അവരുടെ വീട്ടിന്റെ പേരല്ല ഇതിട്ടിട്ടുള്ളത്. പാലക്കാട് നഗരസഭയിലെ 1.5 ലക്ഷം ആളുകളോടുള്ള വെല്ലുവിളിയാണ് ഇന്ന് ചെയർപേഴ്സണും BJP-യുടെ ഭരണകൂടം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ ഒരു നിലപാട്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം തുടരുമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നല്ലോ. ചെയർപേഴ്സൺ ഈ പ്രതിപക്ഷവുമായി ചർച്ചയ്ക്ക് തയ്യാറാണോ? അങ്ങനെ ഒരു ചർച്ചയ്ക്കും ഇനിയില്ല എന്നതാണോ നിലപാട്? ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ലേ? കൗൺസിലേഴ്സ് അടക്കം ഇവിടെ, പ്രതിപക്ഷ കൗൺസിലേഴ്സ് ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും പാലക്കാട് നഗരസഭയിൽ ഇപ്പോഴും സംഘർഷ സാഹചര്യമാണ്. നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിനുള്ളിലേക്ക് തള്ളിക്കയറാൻ UDF, CPM അല്ലെങ്കിൽ UDF, LDF കൗൺസിലർമാർ ശ്രമിക്കുകയാണ്. അവിടെ പ്രതിരോധവുമായി പോലീസുണ്ട്, BJP കൗൺസിലർമാരുണ്ട്. ഏതായാലും പേരിടലിലെ തർക്കം അവിടെ തുടരുകയാണ്.